ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ തോനക്കാലമായി കണ്ടിട്ട്, ഒരു മാസമായി കണ്ടിട്ട്. ഞാൻ റമദാൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. റമദാൻ കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമുക്ക് മസാല കടല വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പച്ച നിലക്കടലാണ്. അതിൽ ഒരു കാൽ ഭാഗം ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. നമ്മൾ ഇത് വെന്ത് പോവരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഫ്രൈ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണും മുളകും പൊടിയും, പിന്നെ നമ്മൾ ഇഞ്ചിയും വെള്ളുള്ളി പേസ്റ്റ് വേണം. എൻ്റെ കയ്യിൽ പൗഡർ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഇഞ്ചിൻ്റെ പൗഡറും വെള്ളുള്ളിൻ്റെ പൗഡറും കൂടെ ഒരു 1/4 ടീസ്പൂൺ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം. നമ്മളിത് ഇതിന് കുറച്ച് ചൂടുണ്ട് ഈ കടലൊക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം വെള്ളം കൂടുതലായി പോകരുത്. പിന്നെ നല്ല ചൂടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചൂടാക്കിയതാണെന്നുള്ള. അപ്പം എൻ്റെ കൈക്ക് ചെറുതായിട്ട് ചൂട് തട്ടിയപ്പോൾ ഞാൻ സ്പൂണെടുത്ത് മിക്സ് ചെയ്തിട്ടോ. നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നല്ല പുക പോകുന്നുണ്ട് ഇതിൽ നിന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളം എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്തത് 1 ടേബിൾ സ്പൂണ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂണ് മുളകും പൊടിയും എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് കോൺഫ്ലോറും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യുക, കാരണം ഞാൻ കടലയിൽ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാവിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് കടല മിക്സ് ചെയ്യുന്നുണ്ടല്ലോ അന്നേരം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നോട് മറന്നു പോയതാണ്, അതാണ് ഞാൻ വീണ്ടും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം വെള്ളം എത്രയും കുറവായിപ്പോയി, അപ്പം ഞാൻ വീണ്ടും വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച കൂട്ടുണ്ടല്ലോ, അത് നമ്മളിതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു വശർമ്മ ഇതിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത്യാവശ്യം നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ച പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കടലമ്മൽ പിടിക്കാതെ വരും. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കടല വേറെ, ഇതിൻ്റെ മേലെയുള്ള മസാല വേറെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയൊക്കെ എത്രയോ എളുപ്പമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നമ്മൾ കടയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പഴയ എണ്ണയിലൊക്കെ ആയിരിക്കും അവർ ഫ്രൈ ചെയ്യുക. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പുതിയ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിനെക്കാട്ടി നല്ല ഉണ്ടാക്കി പിറ്റേന്നൊന്ന് കഴിക്കുന്നതാണ്. പിറ്റേന്ന് മുതൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്ന് ഞാൻ കൊടുത്തിട്ട് അവർക്ക് വിശ്വാസമാകുന്നില്ല ഞാൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട്. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് കുറച്ചൊന്ന് കളർ അധികം ചേഞ്ച് ആയിപ്പോയി. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കടല കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കാം, അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഫുൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളിതുപോലെ ഫ്രൈ പാൻ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇടാൻ പറ്റും. ചീനച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് ഉരുണ്ടതായിരിക്കുമല്ലോ, അപ്പോൾ ഇത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം നമ്മൾ കടലമാവൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇത് ഫ്രൈ പാൻ ആകുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങളൊക്കെ അറിയാതെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. പക്ഷേ എൻ്റെ അങ്ങനെ കളർ ചേഞ്ച് ആയെങ്കിലും കൂടിയിട്ട് ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി അല്ലായിരുന്നു, അതുകൊണ്ടാണ് അത്ര ഒരു കളറ് കിട്ടാതെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറ് കിട്ടാഞ്ഞത് എൻ്റെ കാശ്മീരി മുളക് പൊടി അല്ലാത്തതുകൊണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.